+2 മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ബൈജക്റ്റീവ് ഫങ്ഷൻസ് എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ ഫങ്ഷൻ f ഫ്രം r to r given by f of x equal to x square. Verify f is 1 1, f is 1 2. ആദ്യം 1 1നെ കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്: f from r to r by f of x equal to x square. ഫംഗ്ഷന്റെ ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് r ആണ്. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലെ രണ്ട് എലമെന്റുകളാണ് 1 ഉം -ഉം. 1നെ f കൊണ്ട് മാപ്പ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് f of 1 equal to 1 square equal to 1. കൂടാതെ -1നെ f കൊണ്ട് മാപ്പ് ചെയ്താൽ f of -1 equal to -1 square equal to 1 എന്നും ലഭിക്കും. ഇവിടെ 1ന്റെയും -1ന്റെയും f ഇമേജുകൾ സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം f of 1 equal to f of -1. അതായത് ഡൊമൈൻ R-ലെ രണ്ട് ഡിഫറന്റ് എലമെന്റുകളാണ് 1 ഉം -ഉം. എന്നാൽ അവയുടെ ഇമേജുകൾ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1 1 അല്ല. ഇനി നമുക്ക് ഓൺടുവിലേക്ക് പോകാം. കോഡൊമൈൻ R-ലെ ഒരു നെഗറ്റീവ് നമ്പർ എടുക്കുക. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് -2 ആണ്. -2 എലമെന്റ് കോഡൊമൈൻ R of f. -2 എഫിന്റെ ഇമേജായി വരണമെങ്കിൽ ഡൊമൈനിൽ √-2 ഉണ്ടായിരിക്കണം. അതായത് ഡൊമൈനിൽ √-2 ഉണ്ടെങ്കിൽ f of √-2 equal to √-2 the whole square equal to -2 എന്ന് ലഭിക്കും. എന്നാൽ നമ്മുടെ ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് R ആയതിനാൽ √-2 R-ൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: there exists no x in the domain R of f such that f of x equal to x square equal to -2. Therefore f is not 1 1. f 1 1 ഉം അല്ല 1 2 ഉം അല്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവും അല്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ ഫംഗ്ഷൻ f ഫ്രം n to n ഡിഫൈൻഡ് ബൈ f of x equal to x square. വെരിഫൈ f is ബൈജക്റ്റീവ്. കഴിഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടത്തെ ഡൊമൈനും കോഡൊമൈനും n ആണ്. കോഡൊമൈനും ഡൊമൈനും n ആയാൽ ഈ ഫംഗ്ഷന് ബൈജക്റ്റീവ് ആണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ ദ ഫംഗ്ഷൻ f ഫ്രം r to r ഡിഫൈൻഡ് ബൈ f of x equal to x cube. Verify f is bijective. 1 1.
ഫംഗ്ഷൻ ഒന്നുകൂടി ഓർക്കുക. എഫ് ഫ്രം ആർ ടു ആർ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. കോഡൊമൈൻ ആർ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതിലെ രണ്ട് എലമെന്റുകൾ എടുക്കുക. ആ എലമെന്റുകൾക്ക് നമുക്ക് x1 എന്നും x2 എന്നും പേര് നൽകാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 കണ്ടാൽ നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയായിരിക്കും. എക്സിന് x1 കൊടുത്താൽ എഫ് ഓഫ് x1ന്റെ വില x1 ക്യൂബ് എന്നും, എക്സിന് x2 കൊടുത്താൽ എഫ് ഓഫ് x2 ഈക്വൽ ടു x2 ക്യൂബ് എന്നും ലഭിക്കും. അതുകൊണ്ട് നമുക്ക് എഴുതാം x1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ്. റൈറ്റ് സൈഡിലെ x2 ക്യൂബ് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ലഭിക്കും x1 ക്യൂബ് മൈനസ് x2 ക്യൂബ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്താൽ x1 മൈനസ് x2 ഇൻറ്റു x1 സ്ക്വയർ പ്ലസ് x1 x2 പ്ലസ് x2 സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് ലഭിക്കും. ഇതിൽ നിന്നും x1 മൈനസ് x2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. മൈനസ് x2 റൈറ്റിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും x1 ഈക്വൽ ടു x2. Therefore, f of x1 equal to f of x2 implies x1 equal to x2. ഒന്നൊന്നിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1 1 ആയിരിക്കും. Therefore f is 1 1. On to കോഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ആറിലെ ഒരു എലമെന്റ് നമ്മൾ എടുക്കുക. ആ എലമെന്റിന് നമുക്ക് y എന്ന് പേര് കൊടുക്കും. ലെറ്റ് y എലമെന്റ് കോഡൊമൈൻ R. Then y ഈക്വൽ ടു f of x ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യനിൽ എഫിന്റെ ഡെഫിനിഷൻ x ക്യൂബ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം y ഈക്വൽ ടു x ക്യൂബ്. രണ്ട് സൈഡിലും ക്യൂബിത്ത് റൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും x ഈക്വൽ ടു y റൈസ് ടു 1/3. y ഒരു റിയൽ നമ്പർ ആണ്. അതിന്റെ ക്യൂബിത്ത് റൂട്ടായ y റൈസ് ടു 1/3 ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് y റൈസ് ടു 1/3 ഡൊമൈൻ R ൽ ഉണ്ടായിരിക്കും. കോഡൊമൈൻ R ലെ ഒരു എലമെന്റ് y എടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെന്റ് x കണ്ടെത്തി. ആ x ഡൊമൈൻ R ൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കും. f from r to r by f of x equal to x cube എന്ന ഫംഗ്ഷൻ ഒന്നൊന്നുമാണ്, ഓൺ ടുവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. Consider the function f from n to n defined by f of x equal to x cube. Verify f is bijective. തൊട്ടു മുന്നേ കണ്ട ചോദ്യവുമായി ഈ ചോദ്യത്തിലുള്ള വ്യത്യാസം ഇതിന്റെ ഡൊമൈനും കോഡൊമൈനും n. ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. Consider the function f from r to r defined by f of x equal to mod x. Verify f is 1 1, f is onto. ഫംഗ്ഷന്റെ ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് R ആണ്. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലെ രണ്ട് എലമെന്റുകളാണ് 1 ഉം -1 ഉം. ഒന്നിനെ f കൊണ്ട് മാപ്പ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് f of 1 ഈക്വൽ ടു മോഡ് 1 ഈക്വൽ ടു 1 എന്നാണ്. അതുപോലെ -1നെ f കൊണ്ട് മാപ്പ് ചെയ്താൽ f of -1 ഈക്വൽ ടു മോഡ് -1 ഈക്വൽ ടു 1 എന്നും ലഭിക്കും. ഇവിടെ
ഒന്നിന്റെയും -1ന്റെയും എഫ് ഇമേജുകൾ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം എഫ് ഓഫ് 1 ഈക്വൽ ടു എഫ് ഓഫ് -1. ഡൊമൈൻ ആറിലെ രണ്ട് ഡിഫറന്റ് എലമെന്റുകളായ ഒന്നിന്റെയും -1ന്റെയും ഇമേജുകൾ സെയിം വന്നതിനാൽ ഈ ഫംഗ്ഷൻ 1 1 അല്ല. ഡിഫറന്റ് എലമെന്റ്സ് 1 and -1 in the domain R have the same image 1 in the codomain R. Therefore, F is not 1 1. കോണ്ടൂവിലേക്ക് പോകാം. കോഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആറിലെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് നമ്പർ എടുക്കുക. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് -2 ആണ്. -2 എലമെന്റ് കോഡൊമൈൻ R. മോഡുലസ് എപ്പോഴും പോസിറ്റീവ് നമ്പറാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ -2ലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു നമ്പറും ഡൊമൈനിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. There is no real number x in the domain R such that f of x equal to mod x equal to -2. അതായത് mod x -2 ആകുന്ന വിധത്തിൽ നമുക്ക് ഡൊമൈനിലെ ഒരു നമ്പറും കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ -2ന് പ്രീ ഇമേജ് ഇല്ല. ആയതിനാൽ ഈ ഫംഗ്ഷൻ 1 2 അല്ല. എഫ് 1 1 1 2 അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവും അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം z to z defined by f of x equal to mod x. Verify f is bijective. കഴിഞ്ഞ ക്വസ്റ്റ്യനും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇവയുടെ ഡൊമൈനിലും കോഡൊമൈനിലുമാണ്. ഇവിടുത്തെ ഡൊമൈനും കോഡൊമൈനും z ആണ്. ഈ ഫംഗ്ഷൻ 1 ആകുമോ 1 ആകുമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം r minus set 0 to r minus set 0 defined by f of x equal to 1 by x. Verify f is bijective. ആദ്യം 1 1നെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഫംഗ്ഷൻ ഒന്നുകൂടി ഓർക്കുക. r minus set 0 to r minus set 0 by f of x equal to 1 by x എന്നാണ്. ഇവിടെ ഡൊമൈനിലും റേഞ്ചിലും 0 എന്ന നമ്പർ ഇല്ല. കാരണം 0യിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. 1/0 എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ 1/0 എന്ന് ലഭിക്കും. അത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇവിടെ ഡൊമൈൻ r മൈനസ് സെറ്റ് 0യിലെ രണ്ട് എലമെന്റുകൾ എടുക്കുക. നമുക്ക് ആ എലമെന്റുകൾക്ക് x1 എന്നും x2 എന്നും പേര് നൽകാം. അങ്ങനെയാണെങ്കിൽ f of x1 equal to f of x2 കണ്ടുപിടിച്ചാൽ xന് x1 കൊടുത്താൽ 1/x1 എന്നും xന് x2 കൊടുത്താൽ 1/x2 എന്നും കിട്ടും. Therefore f of x1 equal to f of x2 implies 1/x1 equal to 1/x2 എന്ന് എഴുതാം. ഇവിടെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ x1 equal to x2 എന്ന് ലഭിക്കും. ഇവിടെ 1 1ന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1 1 ആയിരിക്കും. അടുത്ത് നമുക്ക് ഓൺഡുവിലേക്ക് പോകാം. ഫംഗ്ഷന്റെ കോഡൊമൈൻ r മൈനസ് സെറ്റ് 0യിലെ ഒരു എലമെന്റ് എടുക്കുക. ആ എലമെന്റിന് നമുക്ക് y എന്ന് പേര് നൽകാം. അങ്ങനെയാണെങ്കിൽ y equal to f of x എന്ന് എഴുതാം. f of x ഈ
ക്വസ്റ്റ്യനിൽ 1/x ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം y = 1/x. രണ്ട് സൈഡിലും റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും x = 1/y. y 0 അല്ലാത്ത ഒരു റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ 1/y ഉം 0 അല്ലാത്ത ഒരു റിയൽ നമ്പർ ആണ്. ആയതിനാൽ 1/y r-z0 ഉണ്ടായിരിക്കും. നമ്മൾ r-z0 ഒരു എലമെന്റ് എടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെന്റ് x കണ്ടെത്തി. ആ x r-z0 ഉണ്ടെന്ന് നമ്മൾ തെളിയിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഓൺ-ടു ആയിരിക്കും. ഫംഗ്ഷൻ ഓൺ-ഒന്നും ഓൺ-ടുവും ആയതിനാൽ ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവും ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ ദ ഫംഗ്ഷൻ f from R to R defined by f of x equal to 4x plus 3. Verify f is bijective. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ f from R to R defined by f of x equal to 2x ചെയ്തിട്ടുണ്ട്. അതുപോലെ വരുന്ന ഫംഗ്ഷനാണിത്. ഈ ഫംഗ്ഷൻ ഓൺ-ആണോ ഓൺ-ടു ആണോ ബൈജക്റ്റീവ് ആണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കും. നമ്മൾ ഇതുവരെ കണ്ട ഫംഗ്ഷൻസ് ഇവയാണ്. ഈ ഫംഗ്ഷൻസിന്റെ ഗ്രാഫുകൾ നോക്കി ഫംഗ്ഷൻസ് ഓൺ-ആകുമോ അല്ലയോ ഓൺ-ടു ആകുമോ അല്ലയോ എന്ന് ഇനി നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ഫംഗ്ഷൻ f from R to R defined by f of x equal to x² ആണ്. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലഭിക്കും. ഇവിടെ ഫംഗ്ഷന്റെ ഗ്രാഫിനെ കട്ട് ചെയ്യത്തക്ക വിധത്തിൽ x ആക്സിസിന് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈൻ ഗ്രാഫിനെ ഒരു തവണയെ കട്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ ഫംഗ്ഷൻ ഓൺ-ആയിരിക്കും. ഇവിടെ 2 തവണ കട്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഓൺ-1 അല്ല. അതായത് ഫംഗ്ഷന്റെ ഗ്രാഫിനെ കട്ട് ചെയ്യത്തക്ക വിധത്തിൽ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലൈൻ ഒരു തവണ കട്ട് ചെയ്യുകയാണെങ്കിൽ ഓൺ-ആയിരിക്കും. ഒന്നിൽ കൂടുതൽ തവണ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ-1 അല്ല. ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതൽ തവണ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ-1 അല്ല. ഇനി നമുക്ക് ഓൺ-ടുവിനെ കുറിച്ച് ചിന്തിക്കാം. x ആക്സിസിന് പാരലലായിട്ട് എവിടെ ലൈൻ വരച്ചിരുന്നാലും ആ ലൈൻ ഫംഗ്ഷന്റെ ഗ്രാഫിനെ കട്ട് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ഓൺ-ടു ആയിരിക്കും. അതായത് x ആക്സിസിന് പാരലലായിട്ട് എവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിരുന്നാലും ആ ലൈൻ ഗ്രാഫിനെ കട്ട് ചെയ്തിരിക്കണം. നമ്മുടെ ഈ ഫംഗ്ഷന്റെ ഗ്രാഫിൽ x ആക്സിസിന് താഴെ നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ x ആക്സിസിന് താഴെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫിനെ കട്ട് ചെയ്യുന്നേയില്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഓൺ-ടു അല്ല. ആറിൽ നിന്നും ആറിലേക്കുള്ള ഫംഗ്ഷൻ f of x equal to x² ഓൺ-ഒന്നും അല്ല ഓൺ-ടുവും അല്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവും അല്ല. അടുത്ത ഫംഗ്ഷൻ ആറിൽ നിന്നും ആറിലേക്കാണ്. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ f of x equal to x³ ആണ്. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് ഒന്ന് വരച്ചു നോക്കാം. ആറിൽ നിന്നും ആറിലേക്കുള്ള f of x equal to x³ എന്ന ഫംഗ്ഷൻ ഇതാണ്. x ആക്സിന് പാരലൽ ആയിട്ട് നമുക്ക് ലൈൻ വരയ്ക്കാം. ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് വരയ്ക്കാം.
ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫിനെ ഒരു തവണയെ കട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1 ആയിരിക്കും. കൂടാതെ എക്സ് ആക്സിസിന് പാരലലായിട്ട് എവിടെ ലൈൻ വരച്ചിരുന്നാലും ആ ലൈൻ ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കും. അതായത് ഗ്രാഫിനെ കട്ട് ചെയ്യത്തക്ക വിധത്തിൽ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഒരു തവണയെ കട്ട് ചെയ്യുന്നുള്ളൂ. കൂടാതെ എവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിരുന്നാലും ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടുവും ആയിരിക്കും. ആറിൽ നിന്നും ആറിലേക്കുള്ള f of x equal to x³ എന്ന ഫംഗ്ഷൻ 1 ഓൺ ടുവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവും ആയിരിക്കും. അടുത്ത ഫംഗ്ഷൻ f from r to r defined by f of x equal to mod x. ഈ ഫംഗ്ഷന്റെയും ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. ഇവിടെയും നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണും. ഗ്രാഫിനെ കട്ട് ചെയ്യത്തക്ക വിധത്തിൽ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1 അല്ല. കൂടാതെ എക്സ് ആക്സിസിന് താഴെ ലൈൻ വരച്ചപ്പോൾ കട്ട് ചെയ്യുന്നില്ല. മുകളിൽ എക്സ് ആക്സിന് മുകളിൽ എവിടെ ലൈൻ വരച്ചാലും കട്ട് ചെയ്യും. പക്ഷെ എക്സ് ആക്സിന് താഴെ പാരലൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് ഗ്രാഫിനെ കട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 അല്ല. ആറിൽ നിന്നും ആറിലേക്കുള്ള f of x equal to mod x എന്ന ഫംഗ്ഷൻ 1 അല്ല, 1 അല്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവും അല്ല. അടുത്ത ഫംഗ്ഷൻ f from r to r defined by f of x equal to 4 plus 3x. ഇതിന്റെയും ഗ്രാഫ് നമുക്ക് വരച്ചു നോക്കാം. ആറിൽ നിന്നും ആറിലേക്കുള്ള f of x equal to 3 plus 4x എന്ന ഫംഗ്ഷന്റെ ഗ്രാഫാണിത്. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഒരു തവണയെ കട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1 ആണ്. കൂടാതെ എക്സ് ആക്സിസിന് പാരലലായിട്ട് എവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിരുന്നാലും ഫംഗ്ഷന്റെ ഗ്രാഫിനെ ലൈൻ കട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഓൺ ടുവും ആണ്. അപ്പോൾ ആറിൽ നിന്നും ആറിലേക്കുള്ള f of x equal to 3 plus 4x എന്ന ഫംഗ്ഷൻ 1 ഓൺ ടുവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവും ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ f from r minus set 0 to r minus set 0 defined by f of x equal to 1 by x. ആറിൽ നിന്നും ആറിലേക്കുള്ള f of x equal to 1 by x എന്ന ഫംഗ്ഷന്റെ ഗ്രാഫാണിത്. ഇവിടെ ഫംഗ്ഷൻ 0 ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 0 ഗ്രാഫ് ഇല്ല. ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫിനെ ഒരു തവണയെ കട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1 ആയിരിക്കും. കൂടാതെ 0 അല്ലാതെ എക്സ് ആക്സിസിന് പാരലലായിട്ട് എവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിരുന്നാലും ആ ലൈൻ ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1 ആയി. r മൈനസ് സെറ്റ് 0 നിന്നും r മൈനസ് സെറ്റ് 0 f of x equal to 1 by x എന്ന ഫംഗ്ഷൻ 1 ഓൺ ടുവും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവും ആണ്. വളരെ എളുപ്പത്തിൽ ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് 1 ഓൺ ടുവും കണ്ടെത്താം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.